പ്രൈസ് ദ ലോർഡ്. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 45-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനം ഗ്രഹിക്കാൻ തക്കവിധം അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും പൂർണ്ണമായും സമർപ്പിച്ച് ഇന്ന് പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ യാചനകൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആകുലരാകേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ആകുലതകളും ഉത്കണ്ഠകളും കാണും. ഈ ആകുലതകളും ഉത്കണ്ഠകളും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ സമാധാനം അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യും. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം. പൗലോസ്ലീഹ പറയുകയാണ്, ഈ നഷ്ടപ്പെട്ടു പോയ സമാധാനം അവൻ വീണ്ടെടുക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അവൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ അവന്റെ രോഗങ്ങളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ച് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വലിയ സമാധാനം അവനിലേക്ക് നിറയും. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വൈദികനാവുന്നതിന് മുമ്പ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു തലവേദന വരുമ്പോൾ ദൈവത്തോട് കംപ്ലൈന്റ് പറയുമായിരുന്നു. ഇടയ്ക്കൊരു വയറിന് ഡിസോർഡർ വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്കണ്ഠകൾ രേഖപ്പെടുത്തുമായിരുന്നു. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ പഠിച്ചത് ഒരിക്കൽ ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് കുറെ വൈദിക വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ പിക്നിക്കിന് പോയ അവസരത്തിലാണ്. പിക്നിക്കിന് പോയി ഉല്ലസിച്ച് കുറെ സമയം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ താമസിക്കുമ്പോൾ കുറെ ചെറിയ കുട്ടികൾ വലിയ സന്തോഷത്തോടു കൂടി അവിടേക്ക് വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെന്നാ വരുന്നത്? ആ കുട്ടികളൊന്നും തന്നെ സംസാരിച്ചില്ല. ഉടൻ തന്നെ ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ കുഞ്ഞുങ്ങൾ ഈ പിക്നിക്കിന് വന്നിട്ട് സംസാരിക്കാതിരിക്കുന്നത്? അവരുടെ പുറകെ കുറെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ അടുത്തെത്തി ഞാൻ ചോദിച്ചു, എന്താണ് ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കാത്തത്? അപ്പോൾ സിസ്റ്റേഴ്സ് ഇപ്രകാരം പറഞ്ഞു, ഇവർക്ക് സംസാര ശക്തിയും കേൾവി ശക്തിയും ഇല്ലാത്തവരാണ്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നി. നല്ല വിശുദ്ധിയുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, പക്ഷേ സംസാരിക്കാനായിട്ട് കഴിവില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വലിയ സമാധാനവും സന്തോഷവും ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ സിസ്റ്റേഴ്സ് ആംഗ്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഞങ്ങൾ വൈദികരാകാൻ വേണ്ടി പഠിക്കുന്നവരാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളോട് വലിയ സ്നേഹം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങളുടെ ചുറ്റും വട്ടം കൂടി നിന്ന് അവർ കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അവരുടെ രീതിയിൽ ആംഗ്യങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള കുറെ കലാപരിപാടികൾ അവർ അവതരിപ്പിച്ചു. അതിനുശേഷം ആ കുട്ടികൾ ആംഗ്യത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറെ നല്ല ഡാൻസിന്റെ സ്റ്റെപ്പെല്ലാം കളിച്ച് കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു. ഞങ്ങളുടെ പ്രോഗ്രാംസിന് ശേഷം ആ കുഞ്ഞുങ്ങൾ വീണ്ടും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പൊ അവരുടെ ലീഡറായ കുട്ടിക്ക്
സ്വല്പമെങ്കിലും വിക്കി വിക്കി സംസാരിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ കരങ്ങൾ കൂപ്പി പിടിച്ചപ്പോ ആ ലീഡറായ കുഞ്ഞ് ഒരു മനോഹരമായിട്ടുള്ള ഗാനത്തിന്റെ ഈരടി വിക്കി വിക്കി പാടുവാനായിട്ട് ആരംഭിച്ചു. ഞാൻ ഓർക്കുകയാണ്, സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് മിക്ക ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനമാണത്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഗാനം ആലപിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അന്ന് ആ കുഞ്ഞിപ്രകാരം പാടി, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, കണ്ണു തന്ന ദൈവമേ നന്ദി ദൈവമേ, കാതു തന്ന ദൈവമേ നന്ദി ദൈവമേ. അപ്പൊ ബാക്കി എല്ലാ കുട്ടികളും കരങ്ങൾ കൂപ്പി ആംഗ്യത്തിലൂടെ അവരുടെ ഭാഷയിൽ, അവർക്ക് ദൈവം കേൾവി ശക്തി കൊടുത്തിട്ടില്ലെങ്കിലും സംസാരിക്കുവാനുള്ള കൃപ നൽകിയിട്ടില്ലെങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ, അവരുടെ വലിയ സമാധാനവും സന്തോഷവും കണ്ടു കഴിഞ്ഞപ്പോ എൻ്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ യാചനകളും കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ധാരണകളെയും അതിശയിക്കുന്ന യേശുവിന്റെ സമാധാനം നിങ്ങളിൽ നിറയും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ സമർപ്പിക്കണം. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് യേശുവിന്റെ സൗജന്യമായ സമാധാനം നിറയണമെങ്കിൽ ഈശോ അനുവദിച്ച രോഗങ്ങളെ ഓർത്ത് നന്ദി പറയണം. ഈശോ അനുവദിച്ച സങ്കടങ്ങളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കണം. അവിടുന്ന് നമുക്ക് തന്ന കൃപകളെ ഓർത്ത് അവിടുത്തെ ആരാധിക്കണം. പൗലോസ്ലീഹ എഫേസൂസിന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. പൗലോസ്ലീഹ അവിടെ ഇപ്രകാരമാണ് പറയണത്, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെ ഓർത്ത് എല്ലാ സമയവും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നിറയും. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ, അവൻ ഭിക്ഷാടനത്തിനായിട്ട് പോകുന്ന വഴിക്ക് ഒരു കൂട് തിരി വാങ്ങിച്ച് അവൻ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ അമ്മയുടെ സ്വരൂപത്തിന്റെ തൊട്ട് പുറകിൽ അത് കൊണ്ടുവച്ചിട്ട് അവിടെ മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ മാതാവേ, ഞാനിന്ന് ഭിക്ഷ തണ്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കാലിലിടുവാൻ എനിക്ക് 2 ചെരുപ്പ് നീ തരണം. നീ എനിക്ക് ചെരുപ്പ് തന്നാൽ ഞാനിവിടെ വച്ചിട്ടുള്ള ഈ തിരി നിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അവൻ പ്രാർത്ഥനയോടുകൂടി അവൻ ഭിക്ഷാടനത്തിനായിട്ട് പോയി. അന്നത്തെ ദിവസം അവൻ ഭിക്ഷാടനം നടത്തി. അവന് ആരും ഒന്നും കൊടുത്തില്ല. അപ്പൊ അവൻ മനസ്സിൽ പറഞ്ഞു, അല്ലേലും ഈ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ പ്രാർത്ഥിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, ഒന്നും നടന്നില്ല. ഏതായാലും വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ അവൻ ആകപ്പാടെ അക്ഷമനായി ദേവാലയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ മാതാവിന്റെ സ്വരൂപത്തിന്റെ പുറകിൽ വെച്ചുള്ള തിരി എടുത്ത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോ അവൻ അവിടെ ഒരു കാഴ്ച കാണുന്നു. ഒരു വ്യക്തി, ഒരു കാലേ അവനുള്ളൂ, അവൻ ഒറ്റക്കാലിൽ നിന്ന് സന്തോഷത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നല്ല ദൈവമേ, കഴിഞ്ഞ മാസം വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് എൻ്റെ 2 കാലുകളും മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാര് പറഞ്ഞതാണ്. പക്ഷെ നിന്റെ വലിയ കൃപയാൽ എനിക്ക് 1 കാല് കിട്ടി. 1 കാലേ മുറിച്ചു കളഞ്ഞുള്ളൂ. ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ഈ ഒറ്റ കാലിനെ ഓർത്ത് നിനക്ക് നന്ദി. ഒറ്റക്കാലൻ ദൈവം അവന് കൊടുത്ത 1 കാലിനെ ഓർത്ത് അവിടെ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ഈ ഭിക്ഷക്കാരൻ പതുക്കെ താഴോട്ടൊന്ന് നോക്കി. അവന് 2 കാലുകളുണ്ട്, പക്ഷെ അവന്റെ കാലിലിടാൻ ചെരുപ്പില്ല. അവൻ ആ സമയത്ത് ദൈവത്തെ ഓർത്തു.
ഓ ദൈവമേ, നീ എനിക്ക് 2 കാലുകളും തന്നല്ലോ. അവൻ ഉടനെ തന്നെ പോയി പരിശുദ്ധ അമ്മയുടെ സ്വരൂപത്തിന്റെ പുറകിൽ വെച്ചിട്ടുള്ള ആ തിരികളെടുത്ത് അവൻ കത്തിച്ചു വെച്ച് കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ, ദൈവമേ, നീ എനിക്ക് തന്ന ഈ 2 കാലുകളെയും ഓർത്ത് നിനക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അപേക്ഷകളും കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവിൻ. അപ്പോഴാണ്, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തു നൽകുന്ന ആ സൗജന്യമായിട്ടുള്ള സമാധാനവും സന്തോഷവും നമുക്കില്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ യാചനകൾ നടത്തുമ്പോൾ നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രത്തോടെ അത് ചെയ്യാത്തത് കൊണ്ടാണ്. ഇങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സന്തോഷം നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറച്ച് വാങ്ങുമ്പോൾ നമ്മൾ അവരോട് ഒരുപാട് വഴക്ക് പറയാറുണ്ട്, ഒത്തിരി ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തിട്ടുള്ള ബുദ്ധിയെ ഓർത്ത്, ബുദ്ധിശക്തിയെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ബുദ്ധിയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ കംപ്ലൈന്റ് പറയുകയാണ്. പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ വലിയ സമാധാനം നിങ്ങളിലേക്ക് യേശുക്രിസ്തു പ്രദാനം ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ സെമിനാരി പഠിക്കുന്ന സമയത്ത് തന്നെ കുതിരവട്ടത്തുള്ള മാനസിക രോഗ ആശുപത്രിയിൽ ഞങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി പോയി. പണ്ടൊക്കെ കുതിരവട്ടം ഊളംപാറ കേൾക്കുമ്പോൾ ഒരു ചിരി വരുമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ രോഗികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചിരിയെല്ലാം കണ്ണുനീരായിട്ട് മാറി. പാവപ്പെട്ട മനുഷ്യര് വസ്ത്രം പോലും ധരിക്കാൻ സാധിക്കാത്ത തരത്തിൽ രോഗം ബാധിച്ച് അവര് സെല്ലുകളിൽ കിടക്കണത് കണ്ടു. പലരും നഗ്നരായിട്ടാണ് കിടക്കണത്. പ്രിയപ്പെട്ടവരെ, ഓർമ്മശക്തി ഇല്ലാത്ത, ഓർമ്മയ്ക്ക് വലിയ വിഘാതം സംഭവിച്ച ആ മനുഷ്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ദൈവമേ, നീ എനിക്ക് തന്ന ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിന്റെ ദാനമാണല്ലോ, നിന്റെ കൃപയാണല്ലോ. പലപ്പോഴും പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ ഞാൻ ദൈവത്തോട് കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും തലവേദന ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ആ കുതിരവട്ടത്തുള്ള മാനസിക രോഗികളെ, ഭ്രാന്തന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ